നമസ്കാരം. ഇലക്ഷൻ കഴിഞ്ഞ് 10 ദിവസമായിട്ടും മുഖ്യമന്ത്രിയെ കണ്ടെത്താനാവാതെ കോൺഗ്രസ് നേതൃത്വവും അതോടൊപ്പം തന്നെ UDF നേതൃത്വവും ഇപ്പോഴും ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. മുഖ്യമന്ത്രിമാരായിട്ട് 3 പേരെ രംഗപ്രവേശനം ചെയ്ത് 3 ഭാഗത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇവിടുത്തെ ഭരണസ്ഥിരാ കേന്ദ്രവും ഏകദേശം അതേ അവസ്ഥയിൽ തന്നെയാണ്. നമുക്കറിയാം, വോട്ടെണ്ണി അന്ന് തന്നെ നിലവിലുണ്ടായിരുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അന്ന് തന്നെ രാജിക്കത്ത് ബഹുമാനപ്പെട്ട ഗവർണർക്ക് നൽകിയിരുന്ന കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിനുശേഷമാണെങ്കിൽ പോലും ഇവിടെ ഭരണസ്ഥിരാ കേന്ദ്രത്തിലെ ഒരുമാതിരിപ്പെട്ട പ്രധാനപ്പെട്ട പല ഉദ്യോഗസ്ഥരും രാജി നൽകിയിരിക്കുന്നു. എന്നാൽ ഇവിടുത്തെ സ്വാഭാവികമായിട്ട് മുന്നോട്ട് പോകേണ്ട ഭരണയന്ത്രം ഭരണയന്ത്രം തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നയപരമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം അത്തരം കാര്യങ്ങളെല്ലാം ഒരു തരം ഭരണ സ്തംഭനത്തിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ടത് മുഖ്യമന്ത്രിയെ ഇനിയിപ്പോ ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ മതിയെങ്കിൽ പോലും ഇവിടെ കേരള സമൂഹത്തിൽ ഈ 3 പേർക്കും വേണ്ടിയിട്ടുള്ള മുറവിളി അത് വളരെ അക്രമാസക്തമായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നേ ദിവസം നമ്മളെ എടുത്ത് കാണേണ്ട ഒരു കാര്യം, 3 പേര് ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അതിശക്തമായിട്ട് അവകാശം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും കൂടെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള 2 നേതാക്കളെക്കാളും വളരെ അഗ്രസീവായിട്ടാണ് 3ാം സ്ഥാനക്കാരനായിട്ടുള്ള വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള മുറവിളി. അതായത് ഏറ്റവും സീനിയർ മോസ്റ്റ് എന്ന് പറഞ്ഞത് 1 KC വേണുഗോപാൽ, 2 രമേശ് ചെന്നിത്തല, 3 VD സതീശൻ. ഇവിടെ VD സതീശനേക്കാളും വളരെ സീനിയോറിറ്റി ഉള്ള നേതാക്കന്മാരാണ് രമേശ് ചെന്നിത്തലയാണെങ്കിലും KC വേണുഗോപാലാണെങ്കിലും. അവർ കേരളത്തിലാണെങ്കിലും ദേശീയ തലത്തിലാണെങ്കിലും എല്ലാ മണ്ഡലങ്ങളിലും വളരെയധികം കോൺഗ്രസിന് വേണ്ടിയിട്ട് പണിയെടുത്തിട്ടുള്ള വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള നേതാക്കൾ തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മളിന്നിപ്പോ കാണുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 പേർക്കും വേണ്ടിയിട്ടുള്ള മുറവിളിയിൽ VD സതീശന് വേണ്ടിയിട്ടുള്ള മുറവിളിയാണ് വളരെ അഗ്രസീവായിട്ട് നിൽക്കുന്നത്. അഗ്രസീവായിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പോലും കൂടെ VD സതീശന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്ന ജനവിഭാഗങ്ങളിൽ ഒരു 75% ഒരു പ്രത്യേക വിഭാഗക്കാരോ ഒരു പ്രത്യേക ഗ്രൂപ്പുകാരോ ആയിട്ട് മാറിയിരിക്കുകയാണ്. അവര് വളരെ ഇതിനു മുമ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ CPM-ഉം അല്ലെങ്കിൽ BJP-യും പരസ്പരം കൊമ്പ് കുറക്കുന്നതിനേക്കാളും വളരെ അഗ്രസീവായിട്ടാണ് ഈ VD സതീശന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്ന അല്ലെങ്കിൽ VD സതീശന് വേണ്ടിയിട്ട് പിണിയാളുകളായിട്ട് അല്ലെങ്കിൽ പിന്നണികളായിട്ട് അല്ലെങ്കിൽ അണിയ ആളുകളായിട്ട് രംഗപ്രവേശം ചെയ്തിരിക്കുന്ന ഈ കൂട്ടങ്ങൾ ഇവിടെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ VD സതീശന് വേണ്ടിയിട്ടുള്ള ആളുകൾ ഈ KC വേണുഗോപാലിനെയും അതുപോലെ രമേശ് ചെന്നിത്തലനെയും ആക്ഷേപിക്കുന്നതും അധിക്ഷേപിക്കുന്നതിനും എത്രമാത്രമാണോ അതിനേക്കാളും അപ്പുറമായിട്ടെന്നോണം അവർ കേന്ദ്ര നേതൃത്വത്തെ കൂടെ ഇപ്പോൾ വളരെ മ്ലേച്ഛമായ രീതിയിൽ ആക്ഷേപിക്കാൻ തുടങ്ങിയിരിക്കുന്നു. AICC മെമ്പർമാരോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ എത്ര വലിയ ഉന്നതയിൽപ്പെട്ടവരാണെങ്കിൽ പോലും കൂടെ അവിടെ കേരള മണ്ണിൽ കാല് കുത്തിക്കില്ല, കേരളത്തിൽ കൂടെ നടത്തിക്കില്ല, അവരുടെ ഫ്ലക്സ് ബോർഡുകൾ കത്തിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക അവരുടെ പ്രതീകാത്മകമായിട്ട് അവരെ കത്തിക്കുന്നു എന്നൊക്കെയാണ് ഇവിടെ ഇപ്പൊ പ്രചരണം നടക്കുന്നത്. ഈ രീതിയിലേക്കൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ പോകാൻ സാധിക്കുന്ന ഒരു കോൺഗ്രസുകാർക്ക്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം താലിബാൻ മോഡലിലായി പോവുകയാണല്ലോ. എന്നാൽ നേരെ മറിച്ച് രമേശ് ചെന്നിത്തലയുടെ ഒറ്റ അണികളും ഈ നിമിഷം വരെയും AICC-നെയോ അതും അല്ലെങ്കിൽ VD സതീശനെ പോലും കാര്യമായിട്ട് തേജാവധം ചെയ്യുന്ന ഒരു പ്രസ്താവന എവിടെയും നടത്തിയതായിട്ട് കേട്ടിട്ടില്ല. എവിടെയും സോഷ്യൽ മീഡിയയിലാണെങ്കിലും അങ്ങനെ ഒരു പ്രചരണമില്ല. അതുപോലെ തന്നെ ശ്രീ വേണുഗോപാലിന്റെ ആണെങ്കിലും അങ്ങനെ തന്നെ അദ്ദേഹത്തിന്റെ അനുയായികളുള്ള ആരും ഈ നിമിഷം വരെയും AICC-നെയോ അതും അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിനെയോ അതും അല്ലെങ്കിൽ VD സതീശനെയോ ഈ രീതിയിൽ അധിക്ഷേപിക്കുന്നില്ല. എന്നാൽ VD സതീശന്റെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ വളരെ അങ്ങോട്ട് മൃഗീയമായ രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ ഓടിച്ചുകൊണ്ട് പോകുന്നത്. ഇങ്ങനെയാണ് എങ്കിൽ VD സതീശനാണ് നാളെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നതെങ്കിൽ ഇവരുടെ അഴിഞ്ഞാട്ടം കൊണ്ട് ഇപ്പോൾ നിലവിൽ ഇറങ്ങിപ്പോയ അല്ലെങ്കിൽ പൊതുസമൂഹം ഏറ്റവും കൂടുതലായിട്ട് ഈ സർക്കാരിനെ ഒഴിവാക്കണമെന്ന് ആഗ്രഹിച്ച പിണറായി ഭരണകൂടത്തിന്റെ ഭീകരതയെക്കാളും അതികഠിനമായ ഭീകരതയിലേക്കായിരിക്കും കാര്യങ്ങൾ കടന്നു വരുന്നത് എന്നുള്ളതും കൂടെ നമ്മളിവിടെ എടുത്ത് കാണേണ്ടതായിട്ടുണ്ട്. ആ രീതിയിലേക്കല്ല ഇപ്പൊ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. കാരണം മറ്റുള്ളവരുടെ ആരുടെയും ഇത്ര അഗ്രസീവായിട്ടൊന്നുമില്ല. ഇപ്പം 100 പേരെ, അതായത് VD സതീശന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്ന അണികളിൽ 100 പേരെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ 75% പേരും വളരെ അഗ്രസീവായിട്ട് ഒരേ ഗ്രൂപ്പിൽ ഒരേ വിഭാഗത്തിൽ നിന്നുകൊണ്ട് വളരെ അഗ്രസീവായിട്ട്, അതായത് ആജന്മ ശത്രുക്കളെ കാണുന്നത് പോലെയാണ്
KC വേണുഗോപാലിനെ, അതുപോലെ രമേശ് ചെന്നിത്തലേനെ, അതുപോലെ AICC നേതൃത്വത്തെയും കാണുന്നത്. എന്നാൽ ഈ രമേശ് ചെന്നിത്തലയുടെയോ അതുമല്ലെങ്കിൽ KC വേണുഗോപാലിന്റെ അണികളെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് 100 പേരെ വീതം എടുത്തു കഴിഞ്ഞാൽ അതിനകത്തു നിന്നൊരു 25% പോലും ആൾക്കാര് ഈ രീതിയിലോ ഇതിന്റെ 4-1 അഗ്രസീവായിട്ടോ പ്രതികരിക്കുന്നില്ല. അതൊരു പ്രത്യേക വിഭാഗക്കാരാകുന്നില്ല, പ്രത്യേക ഗ്രൂപ്പുകാരാകുന്നില്ല. അതെല്ലാം കോമൺ ആയിട്ടുള്ള അണികൾ മാത്രമാണ്. അപ്പൊ ഇതിനകത്തെല്ലാം വളരെ അപകടങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട്. പൊതുസമൂഹം പ്രത്യേകിച്ച് UDF-നെ ഇപ്രാവശ്യം അധികാരത്തിലേക്ക് കയറ്റിയിരിക്കുന്നത് UDF പാർട്ടിക്കാരോ അല്ലെങ്കിൽ കോൺഗ്രസുകാരോ അതുമല്ലെങ്കിൽ മറ്റ് ഘടകകക്ഷികളിൽപ്പെട്ട ആൾക്കാർ മാത്രമല്ല, നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന, അതായത് പിണറായിയുടെ ഭരണകൂടം ഒഴിഞ്ഞു പോകണം എന്ന് അതിശക്തമായിട്ട് ആഗ്രഹിച്ചിരുന്ന വലിയൊരു ജനവിഭാഗം, അത് നിസ്സാര സംഖ്യയൊന്നുമല്ല, വലിയൊരു ജനവിഭാഗം UDF-നെ ഈ പ്രാവശ്യം സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് UDF-ന് ഇത്രയും നല്ലൊരു ഭൂരിപക്ഷത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിച്ചത്. അത് തന്നെയല്ല UDF-ൽ ജയിച്ചു വന്നിരിക്കുന്ന MLA-മാരുടെ ഭൂരിപക്ഷം തന്നെ നോക്കിക്കഴിഞ്ഞാൽ മതി, ഓരോ MLA-മാരുടെയും. അപ്പോൾ ആ ഒരു അംഗീകാരം അല്ലെ പൊതുസമൂഹത്തിന്റെ ആ ഒരു വികാരം എന്ന് പറയുന്നത് അത് നിഷ്പക്ഷമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പിണറായിയുടെ ഭരണം ഇല്ലാതാകണം എന്നാഗ്രഹിച്ച മറ്റ് UDF-കാരല്ലാത്ത വലിയൊരു ജനവിഭാഗം, അവരുടെ ഒരു അംഗീകാരങ്ങളുടെ കൂടിയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവരെ കൂടി മാനിക്കേണ്ടതല്ലേ? ഇത് VD സതീശന് വേണ്ടിയിട്ട് മാത്രം ഇത്രയും അഗ്രസീവായിട്ട് ഈ രീതിയിൽ പ്രതികരിക്കുമ്പോൾ നാളെ ഒരു സന്ദർഭത്തിൽ VD സതീശനെ അല്ലാതെ വേറെ ആരെയും പ്രഖ്യാപിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇവിടെ കേരളം വരെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ കേരളം കത്തിക്കും, അല്ലെങ്കിൽ കേരളത്തിൽ ബാക്കി ഒരു കോൺഗ്രസുകാരനോ ഒരു UDF-കാരനോ പോലും പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലുള്ള എത്രമാത്രം അഗ്രസീവായിട്ടുള്ള ഒരു നിലപാടെടുക്കുന്നു. ഇതിന്റെ എല്ലാം പിന്നിൽ ഏതൊക്കെയോ ഭയങ്കരമായിട്ടുള്ള തീവ്രമായിട്ടുള്ള ചിന്താഗതിയുള്ള ഏതോ ഗ്രൂപ്പുകളും സംഘടനകളും വളരെ രഹസ്യമായിട്ട് ഇതിൽ കടന്നുകൂടിക്കൊണ്ട് അവരുടെ അജണ്ട നടപ്പാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്ന് വളരെ ഗൌരവത്തിൽ പൊതുസമൂഹം കാണേണ്ടതുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇനി മറ്റു കാര്യങ്ങൾ മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ അത് പൊതുസമൂഹം വളരെ ജാഗ്രതയോടുകൂടി കണ്ടില്ല എങ്കിൽ കേരളത്തെ തന്നെ ചിലപ്പോൾ ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു പോകും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.